ഇന്ന് നമ്മുടെ വി ഡി സതീശൻ അവറുകളുടെ പത്രസമ്മേളനം കാണുമ്പോൾ വളരെ രസകരമായ ചില സംഭവവികാസങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വി ഡി സതീശൻ പത്രസമ്മേളനം വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. ആ ഡീൽ അക്ഷരാർത്ഥത്തിൽ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പാലക്കാട് ആക്ച്വലി ഡീൽ ആരംഭിക്കുന്നത് വി ഡി സതീശൻ്റെ യു ഡി എഫും അതോടൊപ്പം ബി ജെ പിയും തമ്മിലാണ് എന്നുള്ള കാര്യം ഏത് പൊട്ടൻ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് വാചാടോപം നടത്താനുള്ള കഴിവ് വി ഡി സതീശനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഈ ഡീലിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ശരിക്കും അവിടെ ഒരു ഡീല് പ്രവർത്തിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നിന്നാൽ നല്ല രീതിയിൽ വോട്ട് പിടിക്കും എന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവും. കാരണം ഒരു ബി ജെ പിക്ക് യാതൊരു വേരോട്ടവും ഇല്ലാതെ കിടന്ന ഒരു മണ്ണിൽ അവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പെട്ടെന്ന് ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എവിടെയൊക്കെ കൊണ്ട് മത്സരിപ്പിച്ചാലും അവിടെയെല്ലാം ബി ജെ പിക്ക് ഒരു വോട്ടിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ശോഭാ സുരേന്ദ്രനെ ഉപയോഗിച്ചിരിക്കുന്ന ആ സീറ്റ് പാലക്കാട് സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ്. ഇതുവരെയായി പാലക്കാട് സീറ്റ് പിടിച്ചെടുക്കാൻ ബി ജെ പിയെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നാൽ ചുണ്ടിനടുത്ത് വരെ എത്തി നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥിതിവിശേഷം ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ വരെ പാലക്കാട് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനെയൊരു ഡീലിൽ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി അവിടെ വന്ന് മത്സരിക്കുമ്പോൾ, അതായത് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്ന് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ നല്ല ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പരിഗണിക്കേണ്ടതല്ലേ? അപ്പോൾ നല്ല സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ മത്സരിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം ആൾ പീഡകനാണ്, അദ്ദേഹത്തിൻ്റെ പേര് കേസ് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിന് പകരം എന്തിനാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത്രയൊന്നും പ്രസക്തി ഇല്ലാതിരിക്കുന്ന ഏതെങ്കിലും 3-4 വേദികളിൽ കോൺഗ്രസ്സുകാർക്കൊപ്പം വേദി പങ്കിട്ട് എന്നുള്ള പ്രസക്തി ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ അടിമുടി ചലച്ചിത്ര താരവും ഒരു കോമഡി ആർട്ടിസ്റ്റും ഒക്കെ ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ കോമഡി അത് തന്നെ ഒരു മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ട് നിൽക്കുന്ന രമേശ് പിഷാരടി എന്ത് ചെയ്യാനാണ് അവിടെ പാലക്കാട്? ആരുടെ വോട്ടാണ് പിടിച്ചു മാറ്റുക? തന്നെയല്ല, നേരത്തെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ ഒരു ഹാഫ് സംഗീത്വം എപ്പോഴും രമേശ് പിഷാരടിയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ രമേശ് പിഷാരടി മത്സരിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം അവിടെ വോട്ട് കുറയാനും ബി ജെ പിക്ക് അത് അനുകൂല ഘടകമായി മാറാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ യു ഡി എഫ് ഡീൽ പാലിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ബാക്കിയുള്ള ഡീലുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. തൃശ്ശൂരാണെങ്കിലും നേമത്താണെങ്കിലും തൃപ്പൂണിത്തുറയാണെങ്കിലും അവിടെ ഡീല് പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ഏതൊരാൾക്കും സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ആ ഡീലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ പദപ്രയോഗങ്ങളാണ് പ്രശ്നം. അവിടെ ഒരാൾ മുഖ്യമന്ത്രി പ്രസംഗത്തിനിടയിൽ ചാടി എണീറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. സ്വാഭാവികമെന്നോണം അതൊരു പത്രസമ്മേളനമല്ല. ചോദ്യം ചോദിച്ച് മറുപടി പറയാൻ അതൊരു പൊതുയോഗമാണ്, പത്രസമ്മേളനമല്ല. പത്രസമ്മേളനത്തിൽ പോലും വി ഡി സതീശൻ പത്രക്കാരോട് നേരെ ക്ഷോഭിക്കുകയും ചീത്ത വിളിക്കുകയും വേണം ഇറക്കി വിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യും നമ്മൾ കണ്ടതാണ്. ഇത് മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ തന്നെ കഴുത്തിന് പിടിച്ച് പുറന്തള്ളലും കഴുത്തിന് പിടി കോലാഹലങ്ങളും തെറിവിളികളും ഒക്കെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കിടയിൽ ഇങ്ങനെ രൂഢമൂലമായിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് ഇത്രയും വരെ എത്തിയത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഞങ്ങൾ അവൾക്കൊപ്പമാണ് എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അതായത് ഈ നാട്ടിലെ പീഡകന്മാരെ ഒന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ ആരുമില്ല, ഞങ്ങൾ എപ്പോഴും പീഡിപ്പിക്കപ്പെട്ട അതിജീവിതമാർക്കൊപ്പമാണ് എന്നൊരു കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമെന്നോണം ഇവിടെ വി ഡി സതീശൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് പിണറായി വിജയൻ വേറൊരു ട്രാക്കിലൂടെ ആ വാചകം പറഞ്ഞു നിർത്തിയപ്പോൾ അതിൽ ക്ഷുഭിതനായി വി ഡി സതീശൻ പറഞ്ഞു, ഞാൻ എൻ്റെ മനപ്രയാസം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവനെതിരെ വളരെ വേഗം തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്ന് വി ഡി സതീശൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ വി ഡി സതീശൻ അതെല്ലാം പറഞ്ഞു നിൽക്കുന്നത് അതായത് CPM എന്ന് പറയുന്ന പാർട്ടി അവർ അതിജീവിതമാർക്കോ അല്ലെ അവൾക്കൊപ്പമല്ല അവന്മാർക്കൊപ്പമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഉദാഹരിച്ചു പോയി. പക്ഷേ വി ഡി സതീശന് ബ്ലോക്ക് വന്ന 1-2 സ്ഥലങ്ങളുണ്ട്. അതായത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനി പി കെ ശശിയെ കുറ്റം പറയാൻ പറ്റില്ല. പി കെ ശശിയെ കുറ്റം പറഞ്ഞ വിവരം അറിയും. പി കെ ശശി ഒറ്റപ്പാലത്തിപ്പോൾ അവരുടെ സ്വതന്ത്രമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ പി കെ ശശിയെ ഇനിയും പറയാൻ പറ്റില്ല. തീവ്രത കുറഞ്ഞെന്നോ തീവ്രത കൂടിയെന്നോ ഒന്നും വി ഡി സതീശനെ കൊണ്ട് ഇനിയും പറഞ്ഞാലും കൂട്ടിയാൽ കൂടാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സതീശൻ അത് മാത്രം പറയാതെ വിട്ടു.
എന്നാൽ അതേസമയം ഇപ്പോൾ തൊട്ട് പിന്നിൽ നമ്മളും തിരിഞ്ഞു നോക്കിക്കോളൂ എന്നൊക്കെ വി ഡി സതീശൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ ചങ്കിടിച്ചു പോയത് തൊട്ട് പിന്നിലായി നിന്ന് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന നേതാവിനാണ്. അതായത് ഈ അവന്മാരെ കുറിച്ച് പറഞ്ഞപ്പോഴേ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരാൾക്ക് പെരുമ്പാവൂരിൽ ഇത്തവണ ഹൈക്കമാൻഡ് സീറ്റ് കൊടുക്കാതിരുന്നത് തന്നെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കേസ് കാരണമാണ്. അദ്ദേഹത്തിന് ഒരു സ്ത്രീയുമായി അടുപ്പത്തിലുണ്ടായിരുന്നു, അതൊരു ടീച്ചറുമായി ഒരു അടുപ്പത്തിലുണ്ടായിരുന്നു. ആ അടുപ്പമുണ്ടായിരുന്ന ആ സ്ത്രീയുമായി പലയിടങ്ങളിൽ അദ്ദേഹം കറങ്ങുകയും ഒക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ തൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായി ആ സ്ത്രീ മാറും എന്നത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് അവർക്കെതിരെ അവരെ ഒന്ന് കൊലപ്പെടുത്തിയാൽ എന്താ എന്നൊരു ആലോചന എൽദോസ് കുന്നപ്പള്ളിയുടെ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ എൽദോസ് കുന്നപ്പള്ളി അവരെ ഇവിടെ കോവളത്തുള്ള ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുവരികയും റിസോർട്ടിനോട് ചേർന്ന് ഒരു ഭാഗത്ത് വെച്ച് അവരെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. ശാരീരിക പീഡനങ്ങൾ ധാരാളമായി ഏൽപ്പിച്ചു. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ അവർ പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ ഇത് വന്നിട്ട് തുറന്നു പറയുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തിനെതിരെ കേസുണ്ടാവുകയും ആ കേസിൽ അകത്ത് പോയതിനു ശേഷം പിന്നെ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്ത ഒരു നേതാവാണ് എൽദോസ് കുന്നപ്പള്ളി. അപ്പോൾ ഈ പറയുന്ന സമയത്തെല്ലാം തിരിഞ്ഞു നോക്കാൻ പറഞ്ഞപ്പോൾ പേടിച്ചുപോയി. എൽദോസ് കുന്നപ്പള്ളി ഞെട്ടിപ്പോയി, ഇനി എന്നെ എങ്ങാനാണോ എന്നുള്ള കാര്യമാണ്. പിന്നീട് നമ്മൾ കോവളത്തേക്ക് നോക്കിയാൽ വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ഒരു വീട്ടമ്മയെ വീട്ടിൽ കയറി അതിക്രമിച്ച് ഉപദ്രവിക്കുകയും അവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു നേതാവ് വിൻസെൻ്റ് എന്ന് പറയുന്ന നേതാവ് ഇപ്പോഴും അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു വസ്തുത. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. പറയാനായിട്ടൊന്നും നമ്മളെന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരു ദുരർത്ഥമുണ്ട്. ഇന്നത്തെ കാലത്ത് രാഹുൽ ഗാന്ധി വരെ ഗസറ്റിൽ പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ ഒപ്പമുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ പി കെ ശശി അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും ഇപ്പോൾ ഒരു കൂട്ടത്തിലായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസകരമായൊരു അവസ്ഥ. പിന്നെ നമുക്കറിയാം രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്കറിയാം. നമ്മുടെ ആര്യാടൻ മുഹമ്മദിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് അവിടുത്തെ ഓഫീസിൻ്റെ സ്റ്റാഫ് കൊലപ്പെടുത്തിയ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്കറിയാം. അവർക്ക് പിന്നീട് ആ കാലഘട്ടത്തിൽ പ്രചരിച്ച ഒന്നാണ്. ഇനിയും ഈ പാർട്ടി ഓഫീസുകളിലോ MLA ഓഫീസുകളിലോ ഒക്കെ മന്ത്രി ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന അടിച്ച് തളിക്കാരിയായിട്ടൊക്കെ പോകുന്ന സ്ത്രീകൾ എപ്പോഴും കയ്യിലൊരു അരിവാളോ എന്തെങ്കിലും ഈ വെട്ടുകത്തിയോ ഒക്കെ കരുതണമെന്ന് പറയുന്ന ട്രോളുകൾ ആ കാലത്ത് ധാരാളമായി ഉയർന്നു വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഒരു ഗ്രൂപ്പായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പി കെ ശശിയുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, വിൻസെൻ്റ് ഉണ്ട്. പിന്നെ അതോടൊപ്പം അങ്ങനെ എണ്ണിപ്പെറുക്കി പറയാൻ കഴിയുന്നിടത്തോളം യുവ നേതാക്കന്മാരെല്ലാവരും പറയുന്ന പീഡകന്മാരായിട്ടുള്ള അവന്മാരെല്ലാവരും ഇപ്പം കോൺഗ്രസിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പം അവന്മാർക്കൊപ്പം കോൺഗ്രസ് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും CPM-നും മുഖ്യമന്ത്രിക്കും ഒക്കെ അവൾക്കൊപ്പം നിൽക്കുന്നതാണ് താല്പര്യം എന്നുള്ളതാണ് ഇതിനകത്തിലൊരു പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് വി ഡി സതീശൻ ഇനിയും വിമർശനങ്ങൾ ഉന്നയിച്ചോളൂ. അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്നവരെ കൃത്യമായി ഒന്ന് നോക്കി വെച്ചിട്ട് വേണമായിരുന്നു ഈ രീതിയിലുള്ള ഡയലോഗുകൾ അടിക്കാൻ. ഇത്തവണ എന്താണെങ്കിലും ഇനിയിപ്പം മുകേഷിന് സീറ്റ് കൊടുത്തല്ലോ എന്ന് ആരും പറയില്ലല്ലോ. അതിനകത്ത് പിന്നെ മുകേഷിനെതിരായിട്ട് ഉയർന്നു വന്ന ആരോപണമൊക്കെ നമുക്കറിയാം. മുകേഷിനെതിരായിട്ട് ആരോപണം ഉയർത്തി അവർ പിന്നീട് ജയിലിൽ പോകുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടതാണ്. ബാലേന്ദ്ര മേനോനെതിരെ അവർ ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നീട് ബാലേന്ദ്ര മേനോന് ഒരു അപകീർത്തി കേസ് കൊടുത്തു. ആ കേസിൽ അവർ അകത്ത് പോയി. തിരിച്ചു വരുമ്പോഴേക്ക് പോക്സോ കേസിൽ അവർ വീണ്ടും അകത്ത് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി പരാതി കൊടുത്ത സ്ത്രീകളാരും തന്നെ പോക്സോ കേസിലൊന്നും അകത്ത് പോയ കൂട്ടത്തിലൊന്നും അല്ല. അവരെല്ലാം അത്യാവശ്യം അവരുടെ ജീവിത ഉപാധി കണ്ടെത്തുന്നവരും എനക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തതിൻ്റെ പേരിൽ ഇപ്പോഴും മനോവ്യഥ അനുഭവിക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീ പീഡകന്മാർക്കെതിരെ ഇനിയും ഒരു നടപടിയും അവിടെ നിന്നുണ്ടാകില്ല. കാരണം വി ഡി സതീശനെ കാണുമ്പോഴും വാക്ക് കേൾക്കുമ്പോഴും അവരുടെ കൂട്ടത്തിലുള്ളവരെ കാണുമ്പോഴും നമുക്കറിയാം വി ഡി സതീശന് സംഘവും അവന്മാർക്കൊപ്പമാണ് എന്ന്.